നമസ്കാരം. 100 സീറ്റിൽ വിജയിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസം. ഈ പ്രഖ്യാപനം നടത്തിക്കൊണ്ടായിരുന്നു, അതായത് തികഞ്ഞ ആത്മവിശ്വാസത്തെ കൂടെയായിരുന്നു തെരഞ്ഞെടുപ്പിനെ നേരിട്ട മുൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇനി കേരളത്തിന്റെ മുഖ്യമന്ത്രി. കേരളത്തിൽ UDF 102 സീറ്റുകൾ നേടി ഭരണം തിരികെ പിടിച്ചപ്പോൾ പട നയിച്ചവൻ തന്നെ നാടിനെ നയിക്കട്ടെ എന്ന ജനവികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഹൈക്കമാൻഡ് 11ാം നാളിൽ വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. 100-ലധികം സീറ്റുകൾ UDF നേടുമെന്നും 1 ഡസനിലധികം മന്ത്രിമാർ തോൽക്കുമെന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രവചിച്ച മറ്റൊരു നേതാവുണ്ടായിരുന്നില്ല. 2021 പിണറായി വിജയന്റെ ഭരണ തുടർച്ചയ്ക്ക് പിന്നാലെ പ്രതിസന്ധിയിലായ UDFനെ കരുത്തോടെ നയിച്ച നേതാവിന്റെ ഗ്രൗണ്ട് മനസ്സിലാക്കിയുള്ള പ്രവചനമായിരുന്നു അത് വെറും പ്രവചനം മാത്രമായിരുന്നില്ല. സാമുദായിക നേതാക്കളുടെ ഇഷ്ടക്കാരനാവാൻ ശ്രമിക്കാതെ സ്വന്തം നിലപാടുകളിൽ ഉറച്ചുനിന്ന പ്രതിപക്ഷ നേതാവെന്ന ഖ്യാതിയും ഇക്കാലയളവിൽ വി ഡി സതീശന് നേടാൻ സാധിച്ചു. തെരഞ്ഞെടുപ്പിന് മുമ്പ് പുതുയുഗ യാത്ര എന്ന പരിപാടിയിലൂടെ കേരളത്തിലുടനീളം ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുകയും പുതിയ കേരളത്തിനായുള്ള തന്റേതായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുകയും ചെയ്തു. വി ഡി 2021 പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണ തുടർച്ചയിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട UDFനെ നയിക്കുക എന്ന ഉത്തരവാദിത്തമായിരുന്നു വി ഡി സതീശൻ എത്തിച്ചേർന്നത്. അവിടെ നിന്നും അണികളെയും നേതാക്കളെയും 100 സീറ്റ് എന്ന സ്വപ്നം നൽകി സതീശൻ ചേർത്തു നിർത്തി. നിയമസഭയ്ക്ക് അകത്തും പുറത്തും മുഖ്യമന്ത്രി പിണറായി വിജയനോട് ശക്തമായി പോരാടുന്ന നേതാവെന്ന പ്രതിച്ഛായ സൃഷ്ടിച്ചെടുത്തു. പല വിഷയങ്ങളിലും അതിരൂക്ഷമായി പിണറായി സതീശൻ വാക്പോര് സഭ സാക്ഷിയായി. കേരയിൽ വിരുദ്ധ സമരം, ലൈഫ് മിഷൻ അഴിമതി, AA ക്യാമറ വിവാദം, K4, ശബരിമല സ്വർണ്ണക്കൊള്ള തുടങ്ങിയ ഭരണപക്ഷം പ്രതിരോധത്തിലായ വിഷയങ്ങളെല്ലാം കൃത്യതയോടെ വി ഡി സതീശൻ രാഷ്ട്രീയ ആയുധമാക്കി. 2021 ശേഷം നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്നിവയിലെല്ലാം UDFനെ മികച്ച വിജയത്തിലേക്ക് നയിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു. ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് PV അൻവറിനോട് സ്വീകരിച്ച നിലപാടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണം ഉയർന്നപ്പോൾ സ്വീകരിച്ച ഉറച്ച നിലപാടും പാർട്ടിക്കുള്ളിൽ തന്നെ അദ്ദേഹം കടുത്ത എതിർപ്പുകൾ നേരിട്ടിരുന്നു. തിരുവനന്തപുരം ലോ അക്കാദമിയിൽ നിന്നും നിയമബിരുദം നേടിയ ശേഷം ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് MVS നമ്പൂതിരിക്കൊപ്പം അഭിഭാഷകനായി പ്രാക്ടീസ് ആരംഭിച്ചു. എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയിൽ സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യണമെന്ന മോഹം ഉപേക്ഷിച്ച് സതീശൻ രാഷ്ട്രീയത്തിൽ സജീവമാവുകയായിരുന്നു. കേസിലൂടെയാണ് വി ഡി സതീശൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്. തേവര സേക്രഡ് ഹാർട്ട് കോളേജിൽ ആർട്സ് ക്ലബ് സെക്രട്ടറിയായും MG കേരള സർവകലാശാലയിൽ കൗൺസിലറായി പ്രവർത്തിച്ചു. 1986-87 കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാല യൂണിയൻ ചെയർമാനായിരുന്നു. എറണാകുളത്ത് നടന്ന MG സർവകലാശാല യുവജനോത്സവം 86 വിദ്യാർത്ഥി നേതാവായ വി ഡി സതീശന്റെ സംഘടനാ മികവിന്റെ തെളിവായിരുന്നു. പിന്നീട് NSUI ദേശീയ കമ്മിറ്റി സെക്രട്ടറിയായി പ്രവർത്തിച്ചു. 1996 വി ഡി സതീശൻ ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. പറവൂർ മണ്ഡലത്തിൽ നിന്ന് തന്നെ കന്നിപ്പോരാട്ടം ആരംഭിച്ചെങ്കിലും CPIയുടെ P രാജീവിനോട് 1116 വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. എന്നാൽ 3 തവണ അടുപ്പിച്ച് CPI ഭരിച്ച മണ്ഡലം 2001 തിരഞ്ഞെടുപ്പിൽ വി ഡി സതീശൻ തിരിച്ചുപിടിച്ചു. അങ്ങനെ നിയമസഭയിലേക്ക് കന്നി അംഗമായി വി ഡി സതീശൻ പറവൂരിൽ നിന്നും വിജയിച്ചു കയറി. പിന്നീട് 2026 വരെയുള്ള തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായ 6 തവണ പരവൂരുകാർ വി ഡി സതീശൻ തന്നെ MLA ആയി തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇതിനിടയിൽ നിയമസഭാ എസ്റ്റിമേറ്റ് കമ്മിറ്റി ചെയർമാൻ, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ എന്നീ നിലകളിലും ഇക്കാലയളവിൽ വി ഡി സതീശൻ പ്രവർത്തിച്ചു. സംഘടനാ തലത്തിൽ KPCC വൈസ് പ്രസിഡന്റ്, AICC അംഗം എന്നീ പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നേട്ടങ്ങളെക്കാൾ കൂടുതൽ തിരിച്ചടികൾ നേരിട്ട നേതാവ് കൂടിയാണ് അദ്ദേഹം. 2011 ഉമ്മൻചാണ്ടി സർക്കാരിൽ വി ഡി സതീശന് മന്ത്രിസ്ഥാനമുണ്ട് എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു എങ്കിലും അവസാന നിമിഷം മന്ത്രിസ്ഥാനത്ത് നിന്നും ഒഴിവാക്കി. സ്പീക്കർ സ്ഥാനം വാഗ്ദാനം ചെയ്തുവെങ്കിലും വി ഡി സതീശന് അത് നിരസിക്കപ്പെട്ടു. 2014 KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യം കോൺഗ്രസ് ഹൈക്കമാൻഡ് പരിഗണിച്ചെങ്കിലും ജൂനിയർ ആണെന്ന വിമർശനം വന്നതോടെ ആ സ്ഥാനവും നഷ്ടപ്പെട്ടു. വിദ്യാർത്ഥി നേതാവായിരിക്കെ സർവകലാശാല യൂണിയൻ ഭാരവാഹികളാകുന്നതുവരെ കാലാവധി കഴിയുമ്പോൾ KSU സംഘടനാ പദവികൾ അവരോധിക്കുക എന്ന നടപ്പുരീതി സതീശന്റെ കാര്യത്തിൽ പാലിക്കപ്പെട്ടിരുന്നില്ല. KSUവിൽ സ്ഥാനം നൽകാൻ കഴിയാത്തവരെ യൂത്ത് കോൺഗ്രസിൽ പുനരധിവസിപ്പിക്കുക എന്ന കീഴ്വഴക്കവും സതീശന്റെ കാര്യത്തിൽ ലംഘിക്കപ്പെട്ടിരുന്നു. ഒരു സമയത്തെ KSU പ്രസിഡന്റ് സ്ഥാനത്തേക്കും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും പരിഗണിക്കപ്പെട്ടുവെങ്കിലും അവസാന നിമിഷം ഒഴിവാക്കപ്പെടുകയായിരുന്നു. എന്തായാലും ഒഴിവാക്കലിലൂടെ നടന്നെത്തിയ സതീശൻ ഇന്ന് കേരള മുഖ്യമന്ത്രിയായി മാറിയിരിക്കുകയാണ്.